വീണ്ടും ഒരു മഴക്കാലം വരികയാണ്. നമുക്കറിയാം, കുറച്ച് കാലങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ് പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ വീണ് അപകടം പറ്റിയായിട്ട് ബന്ധപ്പെട്ട്. കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങളൊക്കെ കുതിർന്ന് ഏത് സമയത്തും നിലം പൊത്താവുന്ന രീതിയിൽ നിൽക്കുകയാണ്. 2016 ആണ് പഴയ കെട്ടിടങ്ങളുടെ ഒരു കണക്കെടുത്തത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടങ്ങൾ, ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ, അതിൻ്റെ ഒരു കണക്കെടുക്കണ്ടായി. പൊതുമരാമത്ത് കുന്നംകുളം നഗരസഭയുടെ പൊതുമരാമത്ത് സെക്ഷനിൽ നിന്ന് പോയി ഓവർസിയർമാർക്ക് പോയിട്ടാണ് കണക്കെടുത്തത്. അതിൽ 19 കെട്ടിടങ്ങളാണ് വീഴാറായി നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ 19 കെട്ടിടങ്ങളാണ്. അതിൽ പല കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്നൊരു തീരുമാനം എടുത്തിരുന്നു, ആ 19 കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകൾക്ക് ലൈസൻസ് കൊടുക്കില്ല എന്ന് അന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിലിൽ പറഞ്ഞിരുന്നു. ആ 19 കെട്ടിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ലൈസൻസ് കൊടുക്കില്ല എന്നും ആ കെട്ടിടങ്ങൾ പൊളിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും അന്ന് തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇതുവരെ 10 കൊല്ലമായി. 2016 ആ തീരുമാനം എടുത്തത്. ഇപ്പോൾ 2026 ആയി നിൽക്കുകയാണ്. 10 വർഷമായി അതിന് ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു ഏത് സമയത്തും നിലംപൊത്താവുന്ന തൃശ്ശൂർ റോട്ടിലത്തെ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റുകയും, വടക്കാഞ്ചേരി റോട്ടിലെ 2 കെട്ടിടം, അതുപോലെ തന്നെ പട്ടാമ്പി റോട്ടിലൊരു കെട്ടിടം, അങ്ങനെ 3 കെട്ടിടം തകർന്നു വീഴുകയുണ്ടായി. എന്തോ ഭാഗ്യത്തിന് ഒരു ജീവന് ഒരു ആപത്തൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കൂ. എത്രയും പെട്ടെന്ന് ആ 19 കെട്ടിടങ്ങളിലെ ബാക്കി 15 കെട്ടിടങ്ങളുടെ സ്ഥിതി എന്താണെന്ന് 2016 എടുത്ത കണക്കാണ്. ആ സ്ഥിതി എന്താണെന്ന് പുതിയ ഒരു കണക്ക് കൂടിയെടുത്ത് അതിന് വേണ്ട നടപടി ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.